Afternoon all. Okay. Afternoon. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് വായിച്ചു നോക്കിയായിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെ, എവിടെ വരെയാണ് നമ്മൾ എടുത്ത് നിർത്തിയത്? Computerized maintenance management software. Yes. Okay, അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. Okay. നെക്സ്റ്റ് ഇതില് അല്ലെ എപ്പോഴും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കി നല്ല ഫെസിലിറ്റി ആ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് പേഷ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുള്ളൂ. എന്തെങ്കിലുമൊക്കെ മെയിൻ്റെനൻസ് വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് തന്നെ പരിഹരിച്ച് പോകേണ്ടത് ആവശ്യമാണ്. ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ അധികം ഉള്ളത് കൊണ്ട് തന്നെ എവിടെയാണ് മെയിൻ്റെനൻസ് വർക്ക് നടപ്പാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള കുറെ നടപടി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോ ഇനി നെക്സ്റ്റ് പറയാനുള്ളത് ഇംപ്ലിമെന്റ് കമ്പ്യൂട്ടറൈസ്ഡ് മെയിൻ്റെനൻസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ അല്ലെ. എങ്ങനെയുള്ള മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ നടപ്പാക്കുക എന്ന് പറയുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് മെയിൻ്റെനൻസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ നടപ്പാക്കാം. അതായത് നമ്മള് എന്താണ് അതിനെ പ്രധാനമായിട്ടും പറയുന്നത് CMMS അല്ലെ, അതാണ് അബ്രിവേഷൻ. അത് മസ്റ്റായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. എന്താണ് CMMS എന്ന് പറയുന്നത്? കമ്പ്യൂട്ടറൈസ്ഡ് മെയിൻ്റെനൻസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ. അതായത് നമ്മുടെ മെയിൻ്റെനൻസ് കാര്യങ്ങളെല്ലാം തന്നെ ഒരു സോഫ്റ്റ്വെയറിൽ ലിങ്ക് ആയിട്ട് കൊണ്ടുപോവുക, അത് നടപ്പാക്കി പോവുക എന്നുള്ളതാണ്. യു മൈറ്റ് ബി വണ്ടറിങ്, ഡു ഐ റിയലി നീഡ് വൺ മോർ സോഫ്റ്റ്വെയർ സൊല്യൂഷൻ? ഓക്കെ, ഇതിനൊരു സൊല്യൂഷൻ, ഇങ്ങനെ സോഫ്റ്റ്വെയർ സൊല്യൂഷനിലേക്ക് ആവശ്യകതയുണ്ടോ എന്നുള്ള ഒരു അത്ഭുതത്തോടു കൂടി നമുക്ക് മനസ്സിലാവും. പക്ഷെ നമുക്കറിയാം, കാരണം എവിടെയെങ്കിലൊക്കെ അപാകതകൾ ഉണ്ട് അല്ലെങ്കിൽ അത് കറക്റ്റ് ടൈമിൽ അറിയുകയും പരിഹരിക്കുകയും ചെയ്യേണ്ടതാണ് അല്ലെ. So well, let's look at what maintenance management encompasses. അത് എങ്ങനെയാണ് അതിന്റെ വ്യാപ്തി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതായത് ഈ സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകത അനുസരിച്ചിട്ട് അല്ലെ, ഇവിടെ ബഡ്ജറ്റ് മാനേജ്മെന്റ് ഉണ്ട്, വർക്ക് പ്ലാനിങ് ആൻഡ് ഓർഗനൈസേഷൻ, കോൺട്രാക്ടർ മാനേജ്മെന്റ്, അസറ്റ് മാനേജ്മെന്റ്, പീപ്പിൾ മാനേജ്മെന്റ്, MRO ഇൻവെന്ററി ആൻഡ് സപ്ലയർ മാനേജ്മെന്റ്. ഇപ്പൊ ഒരു മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അവിടെ കുറെ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റൽ ആയതുകൊണ്ട്. അവിടെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതേമാതിരി തന്നെ ഒരുപാട് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേമാതിരി തന്നെ ബിൽഡിങ്ങിൽ കുറെ വയറിങ്ങും പ്ലംബിങ്ങും അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഗ്രാമങ്ങളായിട്ട് അല്ലെ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഡിസ്റ്റർബൻസുകൾ വരാം, തടസ്സങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകളാണ്. സോ നമുക്കറിയാം എല്ലാത്തിനും ഒരു ബഡ്ജറ്റ് നീക്കിയിരിപ്പ് വേണം അല്ലെ. ബഡ്ജറ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ലിങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ പ്രധാനമായിട്ട് ഉണ്ടാവുക? മാനേജിങ് മെയിൻ്റെനൻസ് ബഡ്ജറ്റ് ആൻഡ് മെയിൻ്റെനൻസ് റിലേറ്റഡ് എക്സ്പെൻസസ്. ഓക്കെ, ഓരോ ഇതിനും എന്തെങ്കിലും എക്സ്പെൻസ് വരും അല്ലെ. ഇന്ന പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് അല്ലെ പരിഹരിക്കണമെങ്കിൽ ഇത്രയും ബഡ്ജറ്റ് അല്ലെ, അറ്റകുറ്റപ്പണികൾ അതിന്റെ ബഡ്ജറ്റുകൾ ഏറെക്കുറെ ഇത്രയും എക്സ്പെൻസ് അതിന് വേണ്ടി വരും എന്നൊക്കെയുള്ളത് കൃത്യമായിട്ടൊരു എസ്റ്റിമേഷൻ ഒക്കെ അവിടെ കൃത്യമായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് അല്ലെ. അതല്ലേ ബഡ്ജറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. ആ ഒരു ബഡ്ജറ്റുകളൊക്കെ എടുത്തിട്ടാണ് ഓക്കെ ഇന്ന അറ്റകുറ്റപ്പണി ചെയ്യാനായിട്ട് എത്രത്തോളം നീക്കിയിരിപ്പാണ് ഇരിക്കുന്നത്, നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ, ഫണ്ട് ഉണ്ടാവുമോ, ഓക്കെ അതൊക്കെ അനലൈസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ വർക്ക് പ്ലാനിങ് ആൻഡ് ഓർഗനൈസേഷൻ. ഓക്കെ, നമുക്കറിയാം ഓർഗനൈസേഷൻ ആയിട്ടുള്ള ആ ഒരു ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കുറച്ച് ഡെവലപ്മെന്റ് ഒക്കെ വരുത്തണമെന്നുണ്ടാവും. ഹോസ്പിറ്റലിന്റെ ബിൽഡിങ്ങോ റൂമുകളോ എവിടെയെങ്കിലൊക്കെ ഡെവലപ്മെന്റ് വരുത്തണമെന്നുണ്ടാവും. അപ്പൊ അവിടെ നമുക്ക് ആ ഒരു സെക്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് പ്ലാനിങ്, റൂട്ട് ലൈൻ ആൻഡ് പ്രിവെന്റീവ് വർക്ക്.
ഓക്കെ, എന്താണ് ഇപ്പോഴത്തെ അല്ലെ റൂട്ട് ലൈൻ, എന്താണ്, എങ്ങനെയാണ് അറ്റകുറ്റപ്പണികളുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇനി ഭാവിയിലേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടോ, അല്ലെ ഇപ്പൊ മുൻകരുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ വർക്ക് അല്ലെ റിക്വസ്റ്റുകൾ, എന്തെങ്കിലും വർക്ക് റിക്വസ്റ്റുകളൊക്കെ അപേക്ഷകളൊക്കെ വന്നിട്ടുണ്ടോ, അല്ലെ ജോലി അഭ്യർത്ഥനകളൊക്കെ വെക്കിയിട്ടുണ്ടോ, ചിലപ്പോ ടെൻഡറൊക്കെ സമർപ്പിച്ചിട്ടൊക്കെ ആയിരിക്കും, അല്ലെ അതൊക്കെ നോക്കിയിട്ടൊക്കെയാണ് വർക്കുകളൊക്കെ വിട്ടുകൊടുക്കുന്നത്, അല്ലെ വലിയ വലിയ ഇതുകളൊക്കെ അങ്ങനെയല്ലേ ചെയ്യുന്നത്, വലിയ വലിയ പ്രൊജക്ടുകളൊക്കെ അങ്ങനെയല്ലേ ചെയ്യുന്നത്, അല്ലേ ജോലിയുടെ അഭ്യർത്ഥനകളൊക്കെ. ഓക്കെ, അപ്പൊ ആ ഒരു സോഫ്റ്റ്വെയറിൽ നമുക്ക് ഇത്രത്തോളം ഇപ്പൊ ഇത് എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുക, എന്തൊക്കെയാണ് പ്ലാൻ, അല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ വരിക. വീണ്ടും കോൺട്രാക്ടർ മാനേജ്മെന്റ്. അപ്പൊ നമ്മളിപ്പോ ഏതെങ്കിലുമൊക്കെ കോൺട്രാക്ടർമാരായിട്ട് ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തതനുസരിച്ചിട്ടോ അല്ലെങ്കിൽ നേരത്തെ കൂട്ടിയുള്ള ചെയ്ത വർക്കുകൾ അനുസരിച്ചിട്ടൊക്കെ ഏതെങ്കിലും കോൺട്രാക്ടർമാരൊക്കെ ആയിട്ട് അല്ലെ അവിടെ കൈകാര്യം ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ്, നെഗോഷിയേറ്റിംഗ് മെയിൻ്റനൻസ് കോൺട്രാക്ട്സ്, അല്ലെ എന്തെങ്കിലുമൊക്കെ ചർച്ചകളൊക്കെ, ഇപ്പൊ ഇത്രയും ഫണ്ട് കൊടുക്കാമെന്നും ഇത്രയൊക്കെ പരിപാടി ഇത്രയും ഈ ടൈമിനുള്ള ഇത്രയൊക്കെ തീർക്കാമെന്നൊക്കെ ഉള്ള ചർച്ചകളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, മാനേജിംഗ് ഡീറ്റെയിൽസ് അറൗണ്ട് ഔട്ട്സോഴ്സ്. ഓക്കെ, നമുക്കറിയാം അല്ലെ പുറത്ത് നിന്ന് എന്തൊക്കെ നമ്മൾ ഇറക്കുമതി ചെയ്യേണ്ടതുണ്ട്, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ അല്ലെ. അവിടെ നമുക്കറിയാം ടാർജറ്റ് അനുസരിച്ചിട്ട് നമ്മൾ ഓരോന്നും എക്സ്പെൻസ് ഒക്കെ അവർക്ക് കൊടുക്കും, അതനുസരിച്ചിട്ടൊക്കെ അവര് അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്തു തീർക്കും, അല്ലെങ്കിൽ വീട്ടിലെ പ്ലാൻ അനുസരിച്ചിട്ടുള്ള പണികളൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് പോകും. അപ്പൊ ആ കോൺട്രാക്ടറുടെ ആ ഡീറ്റെയിൽസുകൾ ഇപ്പൊ നിലവിൽ ആ ഇന്ന കോൺട്രാക്ടർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, എന്തൊക്കെയാണ് അവിടെ ചർച്ചയിൽ വന്നിരിക്കുന്നത്, അങ്ങനെ മെയിൻ്റനൻസ് വർക്കിന്റെ കാര്യങ്ങളൊക്കെ കോൺട്രാക്ട് ബേസിട്ടുള്ള ചെയ്തിട്ടുള്ള ആ ബേസിൽ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അസറ്റ് മാനേജ്മെന്റ് ആ ഒരു പേജ് എടുത്താൽ നമുക്ക് എന്തും കാണാൻ സാധിക്കും. മാനേജിങ് അസറ്റ്സ് ത്രൂ ഔട്ട് ദെയർ ലൈഫ് സൈക്കിൾ. ഓക്കെ, അതായത് അല്ലെ ഒരു ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ ആ ജീവനാന്തം നമ്മളൊരു അസറ്റ് ആയിട്ട് അല്ലെ അവിടെ തന്നെ നമ്മൾ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ റിട്ടേൺ പ്രതീക്ഷിച്ച് പോകുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ആ അസറ്റ്സിന്റെ ത്രൂ ഔട്ട് ആ ലൈഫ് സൈക്കിൾ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ ഇറക്കുന്ന അതിനനുസരിച്ചിട്ട് റിട്ടേൺസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ അല്ലെ, അസറ്റ് ഇതിനനുസരിച്ചിട്ട് ബാലൻസ് ചെയ്ത് പോകുന്നുണ്ടോ എന്നുള്ളത് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ടും അതനുസരിച്ചിട്ട് കൈകാര്യം ചെയ്യാനൊക്കെ സാധിക്കും. വീണ്ടും MRO ഇൻവെന്ററി ആൻഡ് സപ്ലയർ മാനേജ്മെന്റ്. ഏതൊരു ഇതെടുത്ത് നോക്കിയാലും അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇവിടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അതായത് വർക്കിംഗ് പ്ലാനിങ് അതിനെ കുറിച്ചിട്ട് അറിയാനോ, അല്ലെങ്കിൽ ബഡ്ജറ്റിനെ കുറിച്ച് നീക്കിയിരിക്കിനെ കുറിച്ചിട്ട് അറിയാനോ, അല്ലെങ്കിൽ അസറ്റ് കൈകാര്യം ചെയ്ത് മൂലധനം ഇനി എന്തെങ്കിലുമൊക്കെ മാറ്റിവെക്കാൻ പറ്റുമോ, അതിനനുസരിച്ചിട്ട് എന്തെങ്കിലും ലയബിലിറ്റി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് സാധിക്കും. കോൺട്രാക്ട് മാനേജ്മെന്റ്, അവരുമായിട്ട് കോൺട്രാക്ടറുമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ബന്ധപ്പെട്ട് പോകുന്നതിനെ കുറിച്ചിട്ടൊക്കെ അറിയാൻ സാധിക്കും. വീണ്ടും MRO ഇൻവെന്ററി ആൻഡ് സപ്ലയർ മാനേജ്മെന്റ്. എന്താണ് MRO എന്ന് പറയുന്നത്? അതായത് മെയിൻ്റനൻസ് റിപ്പയർ അല്ലെ ഓപ്പറേഷൻസ്, മെയിൻ്റനൻസ് റിപ്പയർ ഓപ്പറേഷൻസ്. MRO എന്ന് പറയുന്നത് മെയിൻ്റനൻസ് റിപ്പയർ ആൻഡ് ഓപ്പറേഷൻസ്. ഓക്കെ അല്ലേ? എന്താണ് മെയിൻ്റനൻസ് റിപ്പയർ ആൻഡ് ഓപ്പറേഷൻ ഇൻവെന്ററി ആൻഡ് സപ്ലയർ മാനേജ്മെന്റ്. അപ്പോ നമുക്കറിയാം ഇൻവെന്ററി സ്റ്റോക്ക് കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യമാണ്. ദെൻ അതുമായി ബന്ധപ്പെട്ട് വരുമ്പോ സപ്ലയറിന്റെ കാര്യങ്ങൾ അല്ലെ, നമുക്ക് തരുന്ന സപ്ലയറിന്റെ കാര്യമുണ്ട്. നമുക്ക് എല്ലാ സാധനങ്ങളും വിവിധ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും സപ്ലൈ ചെയ്ത് കിട്ടുന്നത്. അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിൻ്റെനിങ് എന്താണ് അവിടെ, മെയിൻ്റെനിങ് ആൻഡ് ഐഡിയൽ MRO ഇൻവെന്റ് ടു സ്റ്റോക്ക് ബാലൻസ്. ഓക്കെ, നിലവിൽ നമുക്ക് സ്റ്റോക്കുകളൊക്കെ ഓരോരോ ഇതുകളിൽ നിന്നായിരിക്കും കിട്ടുന്നത്. അതിന്റെയൊക്കെ ഷോർട്ടേജ് ആണോ അല്ലെങ്കിൽ ഓവർ സ്റ്റോക്ക് ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നെഗോഷിയേറ്റിംഗ് ഐറ്റം പ്രൈസസ്. തീർച്ചയായിട്ടും ചില എന്തെങ്കിലും കരാറുകളൊക്കെ ഏർപ്പെട്ടിട്ടായിരിക്കും ഇത്ര പ്രൈസിനുള്ളിലൊക്കെ ആയിരിക്കും നമ്മൾ ഇന്ന ഒരു സപ്ലയറിൽ നിന്ന് നമ്മൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നത്. സോ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകളൊക്കെ. മാനേജിങ് സ്പെയർ പാർട്സ് സപ്ലയേഴ്സ്. തീർച്ചയായിട്ടും ചില സ്പെയർ പാർട്സുകളൊക്കെ അല്ലെ ഓരോ സപ്ലയേഴ്സ് ഉണ്ടാവും. ആ സപ്ലയേഴ്സിന്റെ ലിങ്ക് എടുത്ത് നോക്കി കഴിയുമ്പോൾ അല്ലെ നമുക്ക് വിതരണം ചെയ്യുന്നവരാണ് സപ്ലയേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വിതരണം ചെയ്യുന്നവരെയാണ് സപ്ലയേഴ്സ് എന്ന് പറയുന്നത്. സോ ആ സപ്ലയേഴ്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഓരോ സ്റ്റോക്കുകൾ കൈകാര്യം ചെയ്യുന്നവര്. അവർ ആ സപ്ലയേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള നമ്മൾ എന്തെങ്കിലും ചർച്ചകളൊക്കെ സംഘടിപ്പിച്ച് പ്രൈസുകളൊക്കെ തീരുമാനിച്ചുറപ്പിച്ചിട്ട് സാധനങ്ങളൊക്കെ നമ്മൾ കരസ്ഥമാക്കുന്നു.
സോ അതനുസരിച്ചിട്ട് നമ്മുടെ സ്പെയർ പാർട്സിന് എന്തെങ്കിലും കുറവുകളുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവെന്ററിക്കൊക്കെ ഷോർട്ടേജ് ഉണ്ടോ, അല്ലെങ്കിൽ ഓവർ ആയിട്ട് നിൽക്കുന്നുണ്ടോ, അതനുസരിച്ചിട്ട് നമുക്ക് ബാലൻസ് ചെയ്ത് നോക്കാൻ സാധിക്കും. ഓക്കെ, നമ്മൾ ആ പേജ് എടുത്ത് നോക്കിയാൽ കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ കിട്ടുന്നു. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സപ്ലൈയേഴ്സ് ഉണ്ടോ എന്ന് നോക്കുന്നു. അല്ലെ, നമുക്ക് മതിയായ കോസ്റ്റിൽ തന്നെ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നവരുണ്ടാകില്ല. തീർച്ചയായിട്ടും നമുക്കറിയാം അല്ലെ, 1-2 പാർട്ടീസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ 2-3 പാർട്ടീസിൽ നമ്മൾ എപ്പോഴും അധികം ചെലവഴിക്കാതെ തന്നെ സാധനങ്ങൾ കരസ്ഥമാക്കാനായിട്ടുള്ള ഒരു സ്വീകാര്യമായിട്ടുള്ള നടപടിയായിരിക്കും സ്വീകരിക്കും. സോ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ തന്നെ നോക്കുക അല്ലെ, എല്ലാ സാധനങ്ങളും അതിനനുസരിച്ചിട്ട് ലഭ്യമാകുന്നുണ്ടോ, ആ സപ്ലൈസിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അവയർനെസ് ഈ പേജിൽ നിന്ന് മനസ്സിലാക്കി എടുക്കുക. ദെൻ പീപ്പിൾ മാനേജ്മെന്റ്. എന്താണ് പീപ്പിൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്? ഓക്കെ, അതായത് ഹയറിംഗ്, ഓൺബോർഡിങ് ആൻഡ് ട്രെയിനിങ് ഓൾ ദ മെയിൻ്റെനൻസ് വർക്കേഴ്സ്. അതായത് ഇപ്പൊ നമ്മള് അല്ലെ ഓരോ മെയിൻ്റെനൻസ് കാര്യങ്ങളായതുകൊണ്ട് കുറെ ആളുകൾ ആവശ്യമാണ് അല്ലെ. ചില ബിൽഡിങ്ങുകൾ പണിയുന്നതിനാണെങ്കിലും ആളുകളെ മേസ്ത്രിമാരെ ആവശ്യമാണെങ്കിൽ പ്ലംബിംഗ് ആൻഡ് ടെക്നീഷ്യന്മാര് അല്ലെ, അങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുന്ന വർക്കേഴ്സിനെയും ആവശ്യമാണ് അല്ലെ. ഇന്ത്യൻ ഡ്യൂട്ടികൾ ചെയ്യുന്ന പല പല വ്യത്യസ്തമായിട്ടുള്ള പീപ്പിൾസിനെ അവിടെ ആവശ്യമാണ്. വേണ്ടി വരില്ലേ? അറ്റകുറ്റപ്പണികൾക്കൊക്കെ വ്യത്യസ്തമായ വ്യക്തികളെയും ആവശ്യമില്ലേ? ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പൊ അവരെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്, അവരുടെ ഫോൺ നമ്പർ, ഇന്ന ആള് ഇന്ന പ്രശ്നം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പീപ്പിൾ മാനേജ്മെന്റിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന പ്ലേസ് ഇന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇന്ന പേഴ്സണെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ ആ പേഴ്സന്റെ ഡീറ്റെയിൽസ്, ഓക്കെ, അവര് ഇന്ന കോസ്റ്റ് ആണ് അല്ലെ, ഇന്ന രീതിയിലാണ് അവര് നമുക്ക് ഇത് പരിഹരിച്ച് നൽകുന്നത്, അവരുടെ ചെലവ് ഇത്രയാണ്. ചിലപ്പോ 1-2 അല്ലെ 3-4-5 പേരൊക്കെ ഉണ്ടാവും. നമുക്ക് അതിൽ നിന്ന് ചൂസ് ചെയ്യുന്നത് അല്ലെ, ഏറ്റവും നല്ലത്, ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്, അങ്ങനെ ഏത് രീതിയിലും സെലക്ട് ചെയ്തിട്ട് നമുക്ക് അവരുടെ സേവനം നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ എല്ലാത്തിനെയും കുറിച്ചിട്ടുള്ള ഈ സേവനങ്ങളെല്ലാം തന്നെ ലിങ്ക് ചെയ്യുകയാണ് ഈ സോഫ്റ്റ്വെയർ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു പേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ അതനുസരിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. സോ ഇംപ്ലിമെന്റ് കമ്പ്യൂട്ടറൈസ്ഡ് മെയിൻ്റെനൻസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ. ഇങ്ങനെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്ത് പോയി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് തന്നെ ഇവാലുവേറ്റ് ചെയ്യാനും അതനുസരിച്ചിട്ട് നടപടികൾ എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഈ സോഫ്റ്റ്വെയറിന്റെ ഒരു ഫീച്ചേഴ്സ് ആണ് നമുക്ക് വിശേഷിപ്പിക്കാം, സവിശേഷതകളാണ് അല്ലെ, ഇതിന്റെ ഭാഗങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, ബഡ്ജറ്റ് മാനേജ് ചെയ്യാൻ സാധിക്കും, കോൺട്രാക്ടർ മാനേജ് ചെയ്യാൻ സാധിക്കും, അസറ്റ് മാനേജ് ചെയ്യാൻ സാധിക്കും, പീപ്പിളിനെ കണ്ടെത്താനായിട്ട് അല്ലെ അവരെ കൈകാര്യം ചെയ്യാൻ സാധിക്കും, വർക്ക് പ്ലാനിങ് ആൻഡ് ഓർഗനൈസേഷൻ, MRO, ഇൻവെന്ററി ആൻഡ് സപ്ലൈ മാനേജ്മെന്റ്. റിപ്പയർസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവരുടെ സപ്ലൈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ചില കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവരുടെ അതിനനുസരിച്ചിട്ടുള്ള റിപ്പയർമെന്റിന്റെ സാധനങ്ങൾ ഉണ്ടാവണമെന്നില്ല അല്ലെ. ആ സപ്ലൈയേഴ്സിനെ നമുക്ക് വേണ്ട മറ്റൊരു സപ്ലയറിന് നമുക്ക് ആവശ്യമായിട്ട് വരാം അല്ലെ. അത് ലിങ്ക് ചെയ്ത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവരൊക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്തിട്ടാണ് നമുക്കൊരു തീരുമാനത്തിൽ എത്താനായിട്ട് അല്ലെ, ഒരു നെഗോഷിയേഷനിൽ ഒരു ചർച്ചയിൽ എത്തിപ്പെട്ട് അവരായിട്ട് പ്രൈസ് ഒക്കെ ഡിസ്കസ് ചെയ്തതിനു ശേഷമാണ് ആ ഒരു പണികൾ, അറ്റകുറ്റപ്പണികളൊക്കെ നമുക്ക് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ എല്ലാം ആവശ്യമാണ്, സാധനങ്ങൾ ആവശ്യമാണ്, അറ്റകുറ്റപ്പണിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ആവശ്യമാണ്, പീപ്പിൾ ആവശ്യമാണ്, ഫണ്ട് ആവശ്യമാണ് അല്ലെ, എവിടെയാണ് വർക്ക് എന്ന് അറിയേണ്ടതുണ്ട് അല്ലെ, എല്ലാ കാര്യങ്ങളും നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. സോ അതെല്ലാം തന്നെ ഒരൊറ്റ ലിങ്കിലാക്കി എടുക്കുന്ന ഒരു രീതിയാണ് ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ലിങ്കിൽ പറയുന്നത്. ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നെക്സ്റ്റ് അല്ലെ, ഇത്തിരി വലുതാക്കി തന്നെ ഇന്നത് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പിക്ചറിലും ചിലപ്പോ വലുതായിട്ടായിരിക്കും. ഇൻ കേസ് ആർക്കെങ്കിലും വായിക്കാൻ പറ്റാത്തതുണ്ട് എങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോകാം. ഇതില് കൃത്യമായിട്ട് പറയുന്നുണ്ട് ദ സ്കോപ്പ് ഓഫ് മെയിൻ്റെനൻസ് മാനേജ്മെന്റ് അല്ലെ, അതിന്റെ വ്യാപ്തിയെ കുറിച്ചിട്ട് പറയുന്നതാണ്. അപ്പൊ ആ ഹെഡിങ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവാം. മാനേജ്മെന്റ് അല്ലെ, മെയിൻ്റെനൻസ് മാനേജ്മെന്റിന്റെ സ്കോപ്പ്. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കണ്ടിന്യൂ ചെയ്തോട്ടെ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഡു യു റിയലി തിങ്ക് യു ക്യാൻ സ്റ്റേ ഓൺ ടോപ്പ് ഓഫ് ഷിഫ്റ്റ് ഷെഡ്യൂൾസ്, അസറ്റ് ഹെൽത്ത് ആൻഡ് procurement, safety and compliance guidelines,
inventory management, vendor management, and contractor management, while constantly balancing preventive maintenance with the workers and the patients service requests in an already dynamic environment where the situation can change on a time. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കി അല്ലെ ഈ ഒരു പൈസയുടെ കാര്യം അനുസരിച്ചിട്ട് തന്നെ അല്ലെ ഓണയുടെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈസയുടെ മാറ്റങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്നത് അല്ലെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഇൻവെന്ററി മാനേജ്മെന്റും ഓക്കെ ആരെ എന്ത് സാധനം ആരെ സപ്ലൈയിൽ നിന്ന് നമ്മൾ സാധനങ്ങളെ കരസ്ഥമാക്കണം ഏത് പീപ്പിളിനെ വിളിച്ചാലാണ് അധികം കോസ്റ്റ് ഇല്ലാതെ നമുക്ക് ഈ പ്ലാനിങ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത് അങ്ങനെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഒരു കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസോട് കൂടിയിട്ടും സേഫ്റ്റി പ്രിക്കോഷനോട് കൂടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ സാധ്യതയോട് കൂടിയിട്ട് അല്ലെ യഥാർത്ഥത്തിൽ തിങ്ക് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. You need a modern software solution like Limber that will help you automate organize a team line for all maintenance related activities. Okay, നമുക്കറിയാം ഇതിങ്ങനെ അല്ലെ നല്ല കൃത്യമായിട്ടുള്ള പ്രൈസ് ഒക്കെ കാണിക്കുന്നത് കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റും അല്ലെ പലരായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ഒരു നെഗോഷിയേറ്റ് ഒരു ചർച്ചയിലൂടെയൊക്കെ ആയിരിക്കും ഒരു അവസാന ഒരു ഫൈനലൈസേഷനിൽ തീരുമാനത്തിലേക്കൊക്കെ എത്തുന്നത്. ദെൻ അവിടെ നമുക്കറിയാം മെയിൻ്റനൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് പുരോഗമിക്കുകയാണ് ചെയ്തത്. ഈ ഒരു മോഡേൺ സോഫ്റ്റ്വെയറിന്റെ സാന്നിധ്യത്തിൽ അതിന്റെ ഒരു സൊല്യൂഷനോട് കൂടിയിട്ടാണ് ഈ മെയിൻ്റനൻസ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഒരു ടീമോട് കൂടിയിട്ട് പുരോഗമിച്ച് പോകുന്നത്. Then as an added owners having all the maintenance data in one place will help you track the cost or find sensible cost cutting measures and improvement that can remove some burden from your operational budget. Okay, അപ്പൊ മനസ്സിലാക്കാം നമുക്കറിയാം. അപ്പൊ അതനുസരിച്ചിട്ട് തന്നെ നമുക്ക് കോസ്റ്റുകളൊക്കെ അല്ലെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എപ്പോഴും നമുക്ക് ഒരു കാര്യം മെയിൻ്റനൻസ് വർക്ക് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് അല്ലെ കോസ്റ്റ് ഇല്ലാതെ അന്ന് നന്നായിട്ട് തന്നെ ഫിനിഷ് ചെയ്യുന്നവരെ കണ്ടെത്തി കൈകാര്യം ചെയ്ത് പോകുക. അത് റിപ്പയർ ആണെങ്കിലും നമുക്കറിയാം ബിൽഡിംഗ് മെയിൻ്റനൻസ് ആണെങ്കിലും എല്ലാം തന്നെയാണെങ്കിലും ക്വാളിറ്റിയോട് കൂടിയിട്ടും അധികം പൈസ ചെലവില്ലാതെയും അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത് ആവശ്യമാണ് അല്ലെ. അപ്പൊ അത് കൃത്യമായിട്ട് കോസ്റ്റ് കട്ടിംഗ് മെഷർ ഇംപ്രൂവ്മെന്റ്സ് ദാറ്റ് ക്യാൻ റിമൂവ് സം ബർഡൻ ഫ്രം യുവർ ഓപ്പറേഷൻ ബഡ്ജറ്റ്. അത് നമുക്ക് അല്ലെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ബർഡൻ ആയി കഴിഞ്ഞാൽ അല്ലെ നമുക്ക് ഒരുപാട് പൈസയൊക്കെ മുടക്കി ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം കമ്പനിക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് നഷ്ടം സംഭവിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ എന്താണ് നല്ല ബഡ്ജറ്റോട് കൂടിയിട്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒറ്റയടിക്ക് തന്നെ നമുക്ക് അല്ലെ ആ ഒരു സോഫ്റ്റ്വെയറിന്റെ സാധ്യതയോട് കൂടിയിട്ട് നമുക്ക് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. സോ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണ് എല്ലാവരെയും ബന്ധപ്പെടാനായിട്ടുള്ള ഒരു ലിങ്ക് നമ്മുടെ കയ്യിൽ വരും അല്ലെ, ശരിയല്ലേ? മറ്റേ സമയത്ത് തന്നെ പലരെ കോണ്ടാക്ട് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു ലിങ്ക് നമ്മുടെ കയ്യിൽ വരുന്നു. സോ നമുക്ക് പലരായിട്ട് ഡിസ്കസ് ചെയ്യാനും അല്ലെ നമുക്ക് നല്ല അനുയോജ്യമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താനും വലിയ കോസ്റ്റ് ഇല്ലാതെ തന്നെ അറ്റകുറ്റപ്പണികൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് നോക്കാനുള്ളത് എന്താണ്? റിക്രൂട്ട് ട്രെയിൻ സ്കിൽഡ് മെയിൻ്റനൻസ് ടീം. എന്താണ് അതിൽ പറയുന്നത്? റിക്രൂട്ട് ട്രെയിൻ സ്കിൽഡ് മെയിൻ്റനൻസ് ടീം എന്ന് പറയുന്നത് അതായത് നമുക്ക് മെയിൻ്റനൻസ് വർക്കുകൾ ചിലപ്പോൾ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലേ. അപ്പൊ ഈ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നവര് നല്ല അല്ലെ നല്ല കഴിവിറ്റവരും നമുക്ക് അടുത്തുള്ള അവൈലബിൾ ആകുന്ന വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഉപകാരപ്രദമാണ് അല്ലെ. You can avoid a cost of operation headache, technical issues, liability, claims, and regularity fines by investing time and effort into recruiting and building a competent maintenance workforce. Okay. അതായത് നമുക്കറിയാം ഒരു അല്ലെ ഒരുപാട് നമുക്ക് തലവേദന ഒഴിവാക്കി കിട്ടുമെന്ന് പറയാണ്. കാരണം എന്താണ്? അതായത് നല്ല റിക്രൂട്ട് അല്ലെ ഇവിടെ ഇങ്ങനെ നല്ല രീതിയിൽ മെയിൻ്റനൻസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പേഴ്സൺസ് ഉണ്ടെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള പേഴ്സൺ ഉണ്ടായെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, കാരണം അവര് സമയത്ത് എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് അല്ലെ അവിടെ കൃത്യമായിട്ട് വ്യക്തികളെ കൊണ്ടുവന്ന് കൈകാര്യം ചെയ്യാനൊക്കെ ഉണ്ട്. നല്ല യോഗ്യരായിട്ടുള്ള പേഴ്സൺസ് ആണ് ഈ മെയിൻ്റനൻസ് ഇങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പേഴ്സൺ എങ്കിൽ വലിയൊരു തലവേദന ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് അല്ലെ ഒഴിവായി കിട്ടാനായിട്ട് സാധ്യത കുറവാണ്. കാരണം തീർച്ചയായിട്ടും തന്നെ അവരത് കൈകാര്യം ചെയ്തോളൂ. സോ
എന്താ പറയുക ഹോസ്പിറ്റലിൽ അധികം റിസ്ക് എടുക്കേണ്ടതായിട്ട് വരില്ല. വലിയ വലിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ വരില്ല, ലാഗായിട്ട് വരുന്നില്ല, സമയത്തിന്റെ അല്ലെ പരിഹരിക്കുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടുകൾ അവിടെ കാണുന്നില്ല. അവിടെയുള്ള സ്റ്റാഫുകൾക്കാണെങ്കിലും പേഷ്യൻസിനാണെങ്കിലും എന്താണ് എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ വരുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്ത് പോകുന്നത് കൊണ്ട് പ്രോബ്ലംസ് ഒന്നും സംഭവിക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്, അതായത് നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള വർക്കേഴ്സ് ആണ് ഈ ടീം കൈകാര്യം ചെയ്യുന്നത്, ഈ ഒരു മെയിൻ്റെനൻസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട്. അങ്ങനെയുള്ള പ്രൊഫഷൻസ് ഉണ്ടായാൽ മാത്രമാണ് നന്നായിട്ട് കൈകാര്യം ചെയ്തു പോകാൻ സാധിക്കുകയുള്ളൂ അല്ലെ. ഫോർ മോർ ഇൻഫോർമേഷൻ റീഡ് അവർ ഗൈഡ് ഓൺ ഹൗ ടു എസ്റ്റാബ്ലിഷ് ആൻ എഫക്റ്റീവ് മെയിൻ്റെനൻസ് ട്രെയിനിങ് പ്രോഗ്രാം. സോ നല്ല രീതിയിൽ ഇങ്ങനെയുള്ള മെയിൻ്റെനൻസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസുകളൊക്കെ അവർക്ക് സംഘടിപ്പിച്ചു കൊടുക്കണം. ഇറ്റ് ഈസ് ഗിയർഡ് ടുവേർഡ് മാനുഫാക്ചേഴ്സ്, ബട്ട് മോസ്റ്റ് ഓഫ് ദ അഡ്വൈസ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ ആൻ ഇൻഡസ്ട്രി. തീർച്ചയായിട്ടും ഇൻഡസ്ട്രിയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് അല്ലെ. എങ്കിൽ മാത്രമാണ് അവരെ മെയിൻ്റെനൻസ് ടീം നല്ല രീതിയിൽ തന്നെ മൂവ് ചെയ്ത് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അധികം സമയം ലാഭില്ലാതെ തന്നെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ അല്ലെ ആരെ വിളിച്ചാണെങ്കിലും ഈ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോട് വേണ്ടിയിട്ട് അല്ലെ അവിടെ കൃത്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം കൃത്യമായിട്ടുള്ള സമയത്തൊക്കെ എത്തിച്ച് നല്ല കൃത്യമായിട്ടുള്ള പ്രൊഫഷനിലൊക്കെ നിയോഗിച്ചിട്ട് മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ചെയ്തു പോകാൻ സാധിക്കും. അധികം ചെലവില്ലാത്ത രീതിയിലൊക്കെ ചെയ്തു പോകാൻ സാധിക്കും. പക്ഷെ അവർക്ക് അതിനുള്ള കഴിവിട്ട് മെയിൻ്റെനൻസ് ടീമും ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ അല്ലേ. അപ്പൊ റിക്രൂട്ടഡ് ട്രെയിൻ ആൻഡ് സ്കിൽഡ് മെയിൻ്റെനൻസ് ടീം അതും വൺ ഓഫ് ദ മാറ്റർ തന്നെയാണ് അല്ലെ. നമ്മളെല്ലാം അറിയാമെങ്കിലും അത് ലീഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ടീമും അവിടെ ആവശ്യമാണ്. അവിടെയും ഒരു ചെറിയ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. എന്താണ് ഹെഡേക്കും ടെക്നിക്കൽ ഇഷ്യൂസുകളൊക്കെ അല്ലെ, ലയബിലിറ്റി ക്ലെയിംസുകളൊക്കെ ഒഴിവാക്കാനായിട്ട്. അതല്ലെങ്കിൽ നമുക്കറിയാം എവിടെയെങ്കിലൊക്കെ അല്ലെ ഇൻസ്പെക്ഷൻ ഒക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും അവര് പെനാൽറ്റി ഈടാക്കൂലേ, ഉണ്ടാവോ? ഹോസ്പിറ്റലാണെങ്കിലും ആരെങ്കിലൊക്കെ എന്താണ് അവിടെ പരിശോധനകൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും കുറെ അപാകതകൾ കണ്ടുപിടിച്ച് അത് നോട്ട് ചെയ്ത് പോയി ഫൈനൊക്കെ ഈടാക്കാൻ സാധ്യതയില്ലേ? ഉണ്ടാവില്ലേ? ഉണ്ടാവും അല്ലെ. അപ്പൊ അതെല്ലാം ഒഴിവാക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ ഒരു നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള സ്കിൽ മെയിൻ്റെനൻസ് ടീം അവിടെ ഉണ്ടാവണം. കാരണം എന്തുകൊണ്ടാണ് അവരിങ്ങനെ എവിടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം ഈ സോഫ്റ്റ്വെയറിന്റെ ഒക്കെ സഹായത്തോടു കൂടിയിട്ട് പരിഹരിച്ചു പോകും അല്ലെ. അപ്പൊ കൃത്യമായിട്ട് തന്നെ നല്ല എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടീം അവിടെ ഉണ്ടെങ്കിലാണ് ഇത് പരിഹരിച്ചു പോകാൻ സാധിക്കും. സോ ഇത്തരത്തിലുള്ള ഫൈനുകളൊക്കെ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ അവിടെ മസ്റ്റ് ആയിട്ടും റിക്രൂട്ടഡ് ട്രെയിൻ ആയിട്ട് സ്കിൽഡ് മെയിൻ്റെനൻസ് ടീം അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? നോട്ട് ചെയ്തോ എന്താണ് ഉദ്ദേശിച്ചത്? ഇനി വീണ്ടും അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് 6 ബെസ്റ്റ് പ്രാക്ടീസ് ടു ഇംപ്രൂവ് ഹോസ്പിറ്റൽ ബിൽഡിംഗ് മെയിൻ്റെനൻസ് ആണ്. ഓക്കെ, നമ്മളപ്പോ കണ്ട രീതിക്ക് അനുസരിച്ചിട്ടൊക്കെ തന്നെയുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താണ് 6 കാര്യങ്ങളാണ് എന്താണ് ബിൽഡിംഗ് മെയിൻ്റെനൻസ്, ബെസ്റ്റ് ഹോസ്പിറ്റൽ ബിൽഡിംഗ് മെയിൻ്റെനൻസുമായി ബന്ധപ്പെട്ട് പറയുന്നത്. Often hospital maintenance teams struggle to achieve complete transparency regarding their assets, locations and histories. ഓക്കെ, നമുക്കറിയാം ഈ പറഞ്ഞ മാതിരി മെയിൻ്റെനൻസ് ടീമൊക്കെ ഉണ്ടാവണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ മെയിൻ്റെനൻസ് ടീമിനാണെങ്കിൽ അല്ലെ അവര് പുതിയ എംപ്ലോയി ഒക്കെ ആണെങ്കിൽ തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള ചരിത്രങ്ങളൊന്നും അറിയാൻ പറ്റണമെന്നില്ല അല്ലെ. ചിലപ്പോ ഹോസ്പിറ്റൽ സ്ഥാപിച്ച ടൈമിലൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത കുറെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. മെഷീൻസും ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ അതിന്റെ കാലപ്പഴക്കോ അല്ലെ ഹിസ്റ്ററീസ്, ലൊക്കേഷൻസ്, അസെറ്റ്സ് ഒന്നും അവർക്ക് കൃത്യമായിട്ട് അറിയണമെന്നില്ല. Without an accurate asset inventory and digital floor plans, maintenance programs are more challenging to implement and less effective. Okay. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു വലിയ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ്. കാരണം ഇവർക്ക് എന്താണെന്നല്ല അതിന്റെ കാലപ്പഴക്കം ഒന്നും ശരിക്കും അറിയാൻ പറ്റണമെന്നില്ല. കാരണം എന്തുകൊണ്ടാണ് വിത്തൗട്ട് ആക്യുറേറ്റ് അസെറ്റ് ഇൻവെന്ററി ആൻഡ് ഡിജിറ്റൽ പ്രോഗ്രാംസ് അവിടെ കൃത്യതയുള്ള ഒരു അസെറ്റ് ഇൻവെന്ററീസ് കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള രൂപരേഖയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഈ ടീമിന് അതിനെ കുറിച്ചൊക്കെ അറിയാൻ പറ്റാത്തത്. സോ അതൊരു പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ്. Due to this, an essential part of the planning and implementation of your hospital's maintenance program is data reliability. അപ്പൊ തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എന്താണ് അവിടെ സോഫ്റ്റ്വെയർ വേണം, നല്ലൊരു ടീം വേണം, അതൊക്കെ ശരിയാണ്. ഒപ്പം തന്നെ ഡാറ്റ റിലയബിലിറ്റി അല്ലെ, ഉള്ള ഡാറ്റകളൊക്കെ വിശ്വസ്തമായിട്ടുള്ള ഡാറ്റകളായിരിക്കണം അല്ലെ. വെറുതെ ഇതിന്റെ കാലപ്പഴക്കൊക്കെ തോന്നിയ മാതിരി ഒരു കാലപ്പഴക്കൊക്കെ എഴുതി കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കിയെടുക്കാനൊന്നും പറ്റില്ല. ടീമിനൊക്കെ ആണെങ്കിൽ
ഓക്കെ, അത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ യഥാർത്ഥ ഹിസ്റ്ററിയെ കുറിച്ചിട്ടുള്ള അവയർനെസ് വേണം. വരില്ലേ ഒരു ക്ലിയർ പിക്ചർ അവർക്ക് വേണ്ടി വരില്ല, അറിയേണ്ടതുണ്ടാവില്ലേ? അതായത് ഡാറ്റകള് അല്ലെ വിശ്വസ്തമായിരിക്കണം, ഉള്ള ഡാറ്റകളൊക്കെ നല്ല വിശ്വസ്തതയുള്ളതായിരിക്കണം, എങ്കിൽ മാത്രമാണ് അവർക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്യാനൊക്കെ സാധിക്കുകയുള്ളൂ. സോ അതും ഒന്ന് നോട്ട് ചെയ്യേണ്ടതാണ്. ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ദ പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ അല്ലെ. നേരത്തെ കൂടി എന്തെങ്കിലും ആസൂത്രണം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നടപ്പാക്കണമെങ്കിൽ ഹോസ്പിറ്റൽ മെയിൻ്റനൻസ് പ്രോഗ്രാമുകളൊക്കെ നടപ്പാക്കി പോകണമെങ്കിൽ അവിടെ മോസ്റ്റ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഡാറ്റ അവൈലബിലിറ്റി ആണ്. ഡാറ്റകളൊക്കെ വിശ്വസ്തമായിരിക്കണം. Regardless of your maintenance strategy, consider how your hospital systems maintenance strategy aligns with the following best practices and where you can improve. Okay. അപ്പൊ നമുക്ക് ഇവിടെ മെയിൻ്റനൻസ് തന്ത്രപരമായ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ വേണമെന്നൊക്കെയുള്ള കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ. ബെസ്റ്റ് പ്രാക്ടീസ് ഇവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ്ലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിജിറ്റലൈസ് യുവർ ഹോസ്പിറ്റൽ ബിൽഡിംഗ് അസറ്റ് ഇൻവെന്ററീസ് ആൻഡ് ഫ്ലോർ പ്ലാൻസ്. നമ്മൾ നല്ലൊരു ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ മോസ്റ്റ്ലി ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഡിജിറ്റലൈസ് യുവർ ഹോസ്പിറ്റൽ ബിൽഡിംഗ് അസറ്റ്സ് ഇൻവെന്ററീസ് ആൻഡ് ഫ്ലോർ പ്ലാൻസ് എല്ലാം തന്നെ ഡിജിറ്റലൈസ് ചെയ്യുക. ഫ്ലോർ പ്ലാൻ ആണെങ്കിലും അസറ്റിനെ കുറിച്ചിട്ടാണെങ്കിലും ഉള്ള സ്റ്റോക്കുകളെ കുറിച്ചിട്ടാണെങ്കിലും എല്ലാം തന്നെ എന്ത് ചെയ്യണം, ഡിജിറ്റലൈസ് ചെയ്യാന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിന്റെ സാന്നിധ്യത്തോടു കൂടിയിട്ട് സോഫ്റ്റ്വെയറിൽ ലിങ്ക് ചെയ്ത് പോകുക എന്നുള്ളതാണ്. Look out for multi-hospital systems. You need a single truth for all healthcare maintenance operations. Okay, നമുക്ക് അറിയാം ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ മൾട്ടി ഹോസ്പിറ്റൽ സിസ്റ്റംസ് എന്ന് പറയുമ്പോൾ ഒരുപാട് വലിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അവിടെ എന്താണ് ഒരു പ്രധാനമായിട്ടുള്ള ഒരു സത്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നല്ല രീതിയിൽ മെയിൻ്റെനൻസ് ഓപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. You have a CMMS integrated with machine learning and business intelligence software, or you are connecting everything into your maintenance program must be informed by your environment's historical data. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മൾ ജസ്റ്റ് നേരത്തെ പറഞ്ഞോളൂ അല്ലെ, CMMS സോഫ്റ്റ്വെയർ വഴി നമ്മൾ ലിങ്ക് ചെയ്യുന്നത്. അതായത് ഹോസ്പിറ്റലിന്റെ എല്ലാ ഡീറ്റെയിൽസും അതിൽ ലിങ്ക് ചെയ്യുന്നുണ്ട്. സോ മെയിൻ്റെനൻസ് കാര്യങ്ങളെ കുറിച്ചിട്ട് മാത്രമല്ല, അവിടെ കൃത്യമായിട്ട് അസറ്റ്സിനെയും ഇൻവെന്ററീസിനെയും അല്ലെങ്കിൽ ഫ്ലോർ പ്ലാനിനെ കുറിച്ചിട്ടൊക്കെ എല്ലാ ഡീറ്റെയിൽസും അതിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. In the absence of accurate data, you may face the risk of accurate ആയിട്ടുള്ള ഡാറ്റ ഇല്ലെങ്കിൽ നമുക്കറിയാം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ള കാര്യം അവിടെ എടുത്ത് പറയുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഓരോ വൺ ബൈ ആയിട്ട് അതിന്റെ റിസ്കുകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. accurate ആയിട്ടുള്ള ഡാറ്റ ഇല്ലെങ്കിൽ ഫെയിലിംഗ് കംപ്ലൈൻസ് ഇൻസ്പെക്ഷൻസ് that incur fines and rescue your hospital accreditations. അതായത് ഹോസ്പിറ്റലിൽ എന്തെങ്കിലുമൊക്കെ അല്ലെ കൃത്യമായിട്ടുള്ള രൂപരേഖകളുടെ അടിസ്ഥാനത്തിലുള്ള എന്തെങ്കിലും അല്ലെ നമ്മുടെ എന്താണ് അക്രഡിറ്റേഷന്റെ സർട്ടിഫിക്കറ്റുകൾ അല്ലെ കൈമാറണമെങ്കിൽ എന്തെങ്കിലും തിരിച്ചറിവുകളൊക്കെ ഉള്ള കൃത്യമായിട്ടുള്ള പകർപ്പുകളൊക്കെ ലഭ്യമാക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിസ്കുകൾ അനുഭവപ്പെടും, ഫൈനുകളൊക്കെ ഈടാക്കേണ്ടതൊക്കെ വരാം. അതേമാതിരി തന്നെ forgetting to incomplete PMI or maintenance on assets that later fail and cause critical business disturbance. അല്ലെ, അവിടെ തീർച്ചയായിട്ടും പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രൊജക്ട് മാനേജ്മെന്റ് അല്ലെ. അവിടെ പ്രൊജക്ട് മാനേജ്മെന്റ് ഇൻഫോർമേഷൻ ഓർ മെയിൻ്റെനൻസ് ഓൺ അസറ്റ് forgetting to implement. എന്താണ് പറയുന്നത്, ആ ഒരു അബ്രിവേഷൻ ഒന്ന് നോട്ട് ചെയ്തേരെ. എന്താണ് പ്രൊജക്ട് മാനേജ്മെന്റ് ഇൻഫോർമേഷൻ? എന്താണ് forgetting to implement പ്രൊജക്ട് മാനേജ്മെന്റ് ഇൻഫോർമേഷൻ ഓർ മെയിൻ്റെനൻസ് ഓൺ അസറ്റ്സ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ മറന്നു പോയാൽ അല്ലെ, മെയിൻ്റെനൻസ് കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രൊജക്ട് മാനേജ്മെന്റ് ഇൻഫോർമേഷൻസ് ഞങ്ങളൊക്കെ എന്തെങ്കിലും മറന്നുപോയാൽ later fail and cause critical business disturbance. ഓക്കെ, നമ്മൾ എന്തെങ്കിലും ബിസിനസ് അല്ലെ ആ ഒരു ബിസിനസ് ഇതിനെയൊക്കെ തന്നെ നമുക്കത് എഫക്ട് ചെയ്യും. നമ്മുടെ ഹോസ്പിറ്റലിൽ നല്ല ആരോഗ്യം തന്നെ അത് എഫക്ട് ചെയ്യും. കാരണം നല്ലൊരു സേവനം പേഷ്യൻസിന് കൊടുക്കാൻ പറ്റാതെ കാരണം കൃത്യമായിട്ടുള്ള അസറ്റ്സ് മെയിൻ്റെനൻസ് ഒന്നും നടത്തിയില്ലെങ്കിൽ പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആവില്ല. സ്റ്റാഫുകൾക്കാണെങ്കിൽ കൃത്യമായിട്ട് അവരുടെ സേവനങ്ങൾ ലഭ്യമാക്കി കൊടുക്കാനായിട്ട് സാധിക്കുക. സോ ഒരിക്കലും അത് മറന്നു പോകാതിരിക്കാനായിട്ടുള്ള ഒരു രീതി അവലംബിക്കേണ്ടതാണ്. Spending unnecessary resources on inventory when you had what you needed all along.
നെക്സ്റ്റ് പറയുന്നത് സ്പെൻഡിങ് അൺനെസസറി റിസോഴ്സസ് ഓൺ ഇൻവെന്ററി when you had what you needed along അല്ലെ ഇവിടെ കൂടുതലായിട്ട് എന്തെങ്കിലും ചിലപ്പോൾ കുറച്ച് ബിൽഡിംഗ് ഒക്കെ വന്നിട്ടുണ്ടാവും കുറെ അസറ്റ്സ് ഒക്കെ സ്റ്റോക്ക് ഓവർബോർഡൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവും അങ്ങനെ ഒരുപാട് റിസോഴ്സസ് ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ ആവശ്യമില്ലാത്ത ഉപയോഗശൂന്യമായിട്ടുള്ള റിസോഴ്സസിന്റെ കാര്യമുണ്ടോ ഇല്ല അല്ലെ അവിടെ നല്ല രീതിയിലുള്ള ഉപയോഗിക്കുന്ന റിസോഴ്സസ് വേണം അല്ലെ അത് ഹ്യൂമൻ ബീയിങ് ആണെങ്കിലും അസറ്റ്സ് ആണെങ്കിലും എന്താണെങ്കിലും അതിന് കൃത്യമായിട്ട് കാര്യക്ഷമമായിട്ട് ഉപയോഗത്തിലായിരിക്കുന്ന റിസോഴ്സസ് ആയിരിക്കും അപ്പോൾ മൂല്യവസ്തുക്കളായിരിക്കും അല്ലെ അതല്ലാതെ കെട്ടിക്കിടക്കുന്ന സ്റ്റോക്കുകൾക്കൊന്നും അവിടെ ആവശ്യമില്ല നമുക്ക് നഷ്ടത്തിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് improper utilization of your interior and exterior space without accurate CAD drawings എന്താണ് CAD drawings എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആണ് എന്താണ് അവിടെ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ തന്നെയാണെങ്കിലും ഒരു ഇന്റീരിയർ ആയിട്ടും എക്സ്റ്റീരിയർ ആയിട്ടും അതായത് പുറത്തും അകത്തൊക്കെ ഒരുപാട് സ്പേസും കാര്യങ്ങളൊക്കെ ഒരു നല്ലൊരു ഡിസൈനും ഒന്നും ഇല്ലാതെ കുറെ ഫ്ലോർ ഷൈപ്പുകളും കാര്യങ്ങളൊക്കെ പണിതിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലം വേസ്റ്റ് ആക്കി എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ നമ്മള് സ്റ്റോക്കുകളും റിസോഴ്സസുകളൊക്കെ മതിയായ അളവിൽ വേണം എന്ന് പറഞ്ഞ മാതിരി തന്നെയാണ് ബിൽഡിങ്ങിന്റെ സ്ഥലങ്ങൾ അല്ലെ നമുക്കുള്ള സ്ഥലം ആ സ്ഥലം ബെറ്ററായിട്ട് യൂട്ടിലൈസ് ചെയ്യും അല്ലെ ഒരുപാട് ഷെൽഫും ഒരുപാട് ഉള്ളിലെ വർക്കുകൾ സ്പേസുകളൊക്കെ ആവശ്യമില്ലാത്ത രീതിയിലൊക്കെ നമ്മൾ നിർമ്മിച്ചിട്ട് ഉപയോഗപ്രദമല്ല എങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല അല്ലെ അപ്പൊ കൃത്യമായിട്ട് തന്നെ ഒരു ആസൂത്രണം ചെയ്തിട്ട് വേണ്ട ഇതെല്ലാം കൈകാര്യം ചെയ്തു പോകണമെങ്കിൽ എല്ലാത്തിലും അവിടെ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ അവിടെ ആവശ്യമാണ് ഓക്കെ അത് CAD അല്ലെ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടിയുള്ള ഡിസൈൻ അപ്പൊ നമ്മള് ഷെൽഫുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിന്റെ അല്ലെ നമുക്കറിയാം ഈ കാലഘട്ടത്തിനനുസരിച്ചിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഡിസൈൻ ആണ് അല്ലെ ഓരോ സ്പേസും എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള രീതി ഉപയോഗിച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത് സോ അതാണ് അവിടെ എടുത്ത് പറയുന്നത് വിത്തൗട്ട് ആക്യുറേറ്റ് CAD ഡ്രോയിങ്സ് അല്ലെ അവിടെ എന്താണ് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി അല്ലാത്ത ഡിസൈനുകൾ എന്താണെങ്കിൽ ഇന്റീരിയർ ആയിട്ടും എക്സ്റ്റീരിയർ ആയിട്ടും ഒരുപാട് സ്പേസ് ഒക്കെ ഇംപ്രോപ്പർ ആയിട്ട് കിടക്കുന്നുണ്ടാവും അല്ലെ പ്രോപ്പർ യൂട്ടിലൈസേഷൻ വരുന്നുണ്ടാവില്ല നല്ല മതിയായ ഉപയോഗം അതുകൊണ്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ് എടുത്ത് പറയുന്നത് ഓക്കെ അല്ലേ ഓക്കെ അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കാം 4 പോയിന്റ്സ് ആണ് ഇവിടെ നമ്മള് ഫസ്റ്റ് ആയിട്ട് അല്ലെ ഇൻ ദ അബ്സെൻസ് ഓഫ് ആക്യുറേറ്റ് ഡേറ്റ നമുക്ക് ഡേറ്റകൾ ഇല്ല എങ്കിൽ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഡിസൈൻ ആണ് ഡിസൈൻ അതിന്റെ ഫുൾ ഫോം അല്ലേ ഡിസൈൻ അതിന്റെ രൂപം ഓക്കെ നോക്കാം അതിന്റെ ലാസ്റ്റ് പാരഗ്രാഫ് നോക്കാം if your building documentation is out of date or missing it is important to update existing drawings and create missing or non-existent drawings okay അപ്പൊ അതില് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ് if your building documentation is out of date or missing അല്ലെ അവിടെ നമ്മുടെ ഡോക്യുമെന്റേഷൻ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും നമുക്ക് ആക്യുറേറ്റ് ഡേറ്റയ്ക്കാണ് പ്രാധാന്യമുള്ളത് അല്ലെ അപ്പൊ ഇൻ കേസ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റകൾ ചിലപ്പോൾ മിസ്സിംഗ് ആയിട്ടുണ്ടാവാം ചിലപ്പോൾ വേണമെങ്കിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു അപ്ഡേറ്റ് എക്സിസ്റ്റിംഗ് ഡ്രോയിങ്സ് ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അപ്ഡേറ്റ് ചെയ്യണം അല്ലെ എന്തെങ്കിലും കാരണവശാലും ഒന്നില്ലെങ്കിൽ ആരെങ്കിലും ഇൻസ്പെക്ഷൻ ഒക്കെ നിർത്തിയിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം ഇതൊക്കെ ക്ലാരിറ്റി അല്ലെ അതനുസരിച്ചിട്ട് നമുക്ക് പറ്റാവുന്ന രീതിയിലെങ്കിലും അതിന്റെ ക്ലാരിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട് അത് അപ്ഡേറ്റ് ചെയ്യണം ആൻഡ് ക്രിയേറ്റ് മിസ്സിംഗ് ഓർ നോട്ട് എക്സ്റ്റെൻഡ് ഡ്രോയിങ്സ് ഓക്കെ നമ്മൾ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ കൂട്ടിച്ചേർക്കാനായിട്ടുള്ള കാര്യം ചെയ്യേണ്ടതുണ്ട് The final drawings should represent your building in its actual as a built state. Okay, നമുക്കറിയാം ഇത് ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ച ഒരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം എന്തെങ്കിലുമൊക്കെ അല്ലെ അവിടെ മിസ്റ്റേക്ക് ഉണ്ട് എങ്കിൽ അതനുസരിച്ചിട്ട് തന്നെ ആ ഒരു മിസ്റ്റേക്ക് മനസ്സിലാക്കിയിട്ട് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്
അല്ലെ? അപ്പൊ ആക്യുറേറ്റ് ആയിട്ടുള്ള രീതിയിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ട് അത് എന്തെങ്കിലും വിട്ടുപോയതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം കൂട്ടിച്ചേർന്നിട്ട് ഫൈനലൈസേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കാം. സ്റ്റാൻഡേർഡ് ഹോസ്പിറ്റൽ ബിൽഡിംഗ് ഫ്ലോർ പ്ലാൻസ് ഷുഡ് ഇൻക്ലൂഡ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ, ഇതുവരെയും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, നമുക്ക് അറിയാവുന്ന ഭാഗങ്ങളൊക്കെ തന്നെയാണ് ഇതിനുള്ളത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് വായിച്ചു നോക്കാം. ഇതുവരെയും എങ്ങനെ കിട്ടാത്തതുണ്ടോ? അപ്പോ ഇവിടെ വീണ്ടും എടുത്തു പറയുന്നുണ്ട്, നല്ലൊരു ഡിസൈൻ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. സ്റ്റാൻഡേർഡ് ഹോസ്പിറ്റൽ ബിൽഡിംഗ് ഫോർ പ്ലാൻസ് ഷുഡ് ഇൻക്ലൂഡ്, അല്ലെ? മസ്റ്റായിട്ടും ഒരു നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ബിൽഡിങ്ങിന് ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോ നോക്കാം, ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ വാൾസ്, അല്ലെ? പുറത്തൊക്കെ അതിൻ്റെതായ മതിലുകൾ, അല്ലെ? മതിലുകളൊക്കെ ആവശ്യമാണ്. ദെൻ ബിൽഡ് ഇൻ ഫീച്ചേഴ്സ്, ഇതാണ് അതിന്റെ സവിശേഷതകൾ, അല്ലെ? അതിന്റെ അന്തർനിർമ്മിത സവിശേഷതകളൊക്കെ അതിന് ആവശ്യമാണ്. നമുക്കറിയാം, ചില ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന തരത്തിലാണ് അവർ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. കുറെ സ്ഥലത്തൊക്കെ കുറച്ച് ചെടികളൊക്കെ, അല്ലെങ്കിൽ കുറച്ച് സ്ഥലത്തൊക്കെ കുറച്ച് എന്താ പറയാ, പൊറിയൊക്കെ പണിത് നല്ല രീതിയിൽ ബ്യൂട്ടിഫുൾ ആയിട്ട്. നമുക്കറിയാം, ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് ഒക്കെ അൺഫില്ലായിട്ടുള്ള ടൈമിലാണ് വരുന്നത്. പക്ഷെ അവരുടെ മാനസികാവസ്ഥയെ ഒരു കുളിർപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് അതൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആവശ്യമില്ലാതെ ഒരുപാട് നമ്മൾ കണ്ടിരുന്നു ഷെൽഫുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെ? പക്ഷെ പേഷ്യൻസിന് എല്ലാവർക്കും ഗുണകരമായ രീതിയിൽ അത് രൂപകൽപ്പന ചെയ്യേണ്ടതുണ്ട്. അപ്പോ ബിൽഡിംഗ് ഫീച്ചേഴ്സ്, പ്ലംബിംഗ് ഫീച്ചേഴ്സ്, നമുക്കറിയാം അവിടെ പ്ലംബിംഗ് ഉപകരണങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. സോ അതിനനുസരിച്ചുള്ള, അല്ലെ, പ്രൊവിഷൻ ഒക്കെ ഉണ്ടാവണം. HVAC കമ്പോണൻസ്, അപ്പൊ നോക്കാം എന്താണ് പ്ലംബിംഗ് ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ പ്ലംബിങ്ങിന്റെ പ്രൊവിഷൻ. സോറി കേട്ടോ, ഡിസ്റ്റർബ് ചെയ്തതിന് ക്ഷമിക്കാം. അപ്പൊ പ്ലംബിംഗ് ഫീച്ചേഴ്സ് നമ്മള് മനസ്സിലാക്കുക, അതായത് അതിനുള്ള പ്രൊവിഷൻ അവിടെ ആവശ്യമാണ്. Then HVAC components, എന്താണ് HVAC components എന്ന് പറയുന്നത്? അതായത് അവിടെ നമുക്കറിയാം, ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ഹീറ്റ്, അല്ലെ, ചൂട് ആവശ്യമാണ്, ആവശ്യത്തിന് വെന്റിലേഷൻ അവിടെ ആവശ്യമാണ്, എയർ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ആവശ്യമാണ്, അല്ലെ? HVAC എന്ന് പറയുന്നത് ഹീറ്റ്, വെന്റിലേഷൻ, എയർ കണ്ടീഷൻ കമ്പോണൻസ് അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലെ? ഹീറ്റിംഗ്, വെന്റിലേഷൻ, എയർ കണ്ടീഷൻ കമ്പോണൻസ്. ഓക്കെ അല്ലേ? ഞാൻ എനിക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഹീറ്റിംഗ്, വെന്റിലേഷൻ, എയർ കണ്ടീഷൻ കമ്പോണൻസ്, ദെൻ അതിനൊക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം. മെഷർമെന്റ് ഈസ് ഓൾ അക്സസിബിൾ. ഓക്കെ, എല്ലാത്തിനും നല്ല കൃത്യമായിട്ടുള്ള മെഷർമെന്റ് എടുത്തിരിക്കണം, അല്ലെ? നമുക്ക് അറിയാം, ഒരു ചില സ്ഥലത്ത് പ്രൊവിഷൻ ഇല്ല എങ്കിൽ നമുക്ക് ബ്ലഡ് ഉപയോഗിക്കാൻ പറ്റില്ല.
അല്ലെ? എല്ലാത്തിനും അവിടെ കൃത്യമായിട്ടുള്ള മെഷർമെന്റ് ആവശ്യത്തിന് എടുത്തിരിക്കണം. ഡോറുകൾ മതിയായ രീതിയിൽ ഉണ്ടാവണം. വിൻഡോ അല്ലെ? അവിടെ വിൻഡോകൾ ഉണ്ടാവണം. സ്കൈലൈറ്റ് നമുക്ക് ആവശ്യത്തിന് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന തരത്തിലായിരിക്കണം. ഓപ്പണിങ്സ് അല്ലെ? അവിടെ നല്ല തുറന്ന കുറെ പ്ലേസുകൾ ഉണ്ടായിരിക്കണം. കാരണം ഹോസ്പിറ്റലാകുമ്പോൾ ഇരുണ്ട് അടഞ്ഞ ഒരു ഇതിലേക്ക് രീതിയിലായിരിക്കരുത് ഡിസൈൻ ചെയ്യേണ്ടത്. പിന്നെ സ്റ്റെയർസ് ഒക്കെ ആവശ്യത്തിന് അല്ലെ? ഓരോരോ പ്രോപ്പർ കോർണർ തിരിച്ച് തന്നെ ഉണ്ടാവേണ്ട രീതിയല്ല. ഫോർ എക്സ്റ്റീരിയർ ഫ്ലോർ പ്ലാൻസ് ഇൻക്ലൂഡ് അല്ലെ? അവിടെ അതിനനുസരിച്ചിട്ടുള്ള ഒരു ബാഹ്യമായിട്ടുള്ള എക്സ്റ്റീരിയർ ആയിട്ടുള്ള വർക്കുകളൊക്കെ അവിടെ ചെയ്തിരിക്കണം. അതായത് തീർച്ചയായിട്ടും എന്താണ് പറയുന്നത്, നടുമുറ്റം അല്ലെ? ബാൽക്കണി, അറ്റാച്ച്ഡ് സ്ട്രക്ചേഴ്സ് അല്ലെ? അവിടെ എന്തെങ്കിലുമൊക്കെ ടച്ച് ചെയ്തിരിക്കുന്ന ഘടനകളൊക്കെ വേണമെങ്കിൽ കൂട്ടിച്ചേർത്ത് അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ചെടിത്തോട്ടങ്ങളൊക്കെ കുറച്ച് ഒരു രീതിയിൽ അല്ലെ ഉള്ള സ്ഥലപരിമിതി വെച്ചിട്ട് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാം. പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ഒരു ഇടുങ്ങിയ ഒരു പ്ലേസ് ആക്കി മാറ്റരുത് അല്ലെ? ഹോസ്പിറ്റൽ ആകുമ്പോൾ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു തുറന്ന വായു അതേമാതിരി തന്നെ വെളിച്ചമൊക്കെ കിട്ടുന്ന രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ് ആണ് ചെയ്യേണ്ടത്. നടുമുറ്റൊക്കെ പറ്റുമെങ്കിൽ എല്ലാ ഹോസ്പിറ്റലിനൊന്നും പറ്റിയെന്ന് വരില്ല. പക്ഷെ ചില ഹോസ്പിറ്റലിലൊക്കെ നമുക്കറിയാം, വലിയ വലിയ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ ഓരോ കുട്ടികളൊക്കെ തമ്മിൽ വ്യത്യസ്ത ആഗ്രഹങ്ങളൊക്കെ കീപ്പ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള പ്രൊവിഷൻസ് ഒക്കെ അവർ എടുക്കാറുണ്ട്. സോ ഈ രീതിയിലൊക്കെ ഡിസൈൻ ചെയ്യണമെന്നുള്ളതാണ് അവിടെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിന്റെ കാര്യത്തിൽ എടുത്തു പറയുന്നത്. ഇതൊക്കെ സിമ്പിൾ ആണ് അല്ലെ? നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. Then it is also important to provide a fire evacuation maps available as engraved on a durable plastic material to withstand environment. Okay, നമുക്കറിയാം പരിസ്ഥിതിയെ നേരിടാൻ പറ്റുന്ന രീതിയിൽ അല്ലെ? തീർച്ചയായിട്ടും മാപ്പുകളൊക്കെ സൗകര്യം ചെയ്യേണ്ട സ്ഥലത്തൊക്കെ സൗകര്യം ചെയ്യത്തക്ക വിധത്തിലൊക്കെ അറേഞ്ച് ചെയ്യണം. അതായത് നമ്മളിപ്പോ വലിയ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഓരോ പ്രൊവിഷൻ മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പരിസ്ഥിതിക്ക് അല്ലെ ദോഷം സംഭവിക്കാത്ത രീതിയിലുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയലുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ മാപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം വരുന്ന പീപ്പിൾസിന് അല്ലെ? അവിടെ വരുന്ന പേഷ്യൻസിനൊക്കെ കൃത്യമായിട്ട് ഏത് ബിൽഡിംഗ് ആണ്, ഏത് സെക്ഷൻ ആണ് നമ്മളൊക്കെ കൃത്യമായിട്ട് ആ മാപ്പിലൂടെയൊക്കെ മനസ്സിലാക്കി എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. സോ അതിനനുസരിച്ചുള്ള പ്രൊവിഷനും ഒക്കെ അല്ലെ? ഏത് പ്ലേസിൽ നമ്മളിപ്പോ ഒരു ഡിസൈൻ ചെയ്തപ്പോ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തു, പക്ഷെ വരുന്ന കസ്റ്റമേഴ്സിന് ഇത് എവിടേക്കാണ് കിടക്കണമെന്നുള്ള ഒരു ക്ലിയർ പിക്ചർ കിട്ടാനായിട്ടുള്ള ഒരു ക്ലാരിറ്റി, അത് ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. ശരിയല്ലേ? അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം എന്താണ് അവിടെ മാപ്പുകളൊക്കെ അവൈലബിൾ ആക്കണം. അതിനനുസരിച്ചിട്ടുള്ള ഒരു അല്ലെ പ്രത്യേക സ്ഥലങ്ങളൊക്കെ അതിനൊക്കെ പ്രൊവിഷൻ ചെയ്ത് വെച്ചിട്ട് വേണം ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് വാസ് ഓൾസോ ഇമ്പോർട്ടന്റ് ടു പ്രൊവൈഡ് ഫയർ ഇവാക്യുവേഷൻ മാപ്സ് available as engraved on a durable plastic material to withstand environments. Okay, നമുക്കറിയാം പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന തരത്തിൽ അത് അറേഞ്ച് ചെയ്ത് വെക്കണം. അല്ലെ? നമുക്ക് നഷ്ടപ്പെടുന്ന രീതിയിലൊന്നും ആയിരിക്കരുത്. കാരണം ഇപ്പൊ ചൂടും വെളിച്ചവും അല്ലെങ്കിൽ തീയും അല്ലെ പുകയൊക്കെ കൊണ്ട് നഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കരുത്. എന്ന് നഷ്ടപ്പെടാത്ത രീതിയിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ മാപ്പുകളൊക്കെ ചെയ്യണം. കേളേ നമ്മള് അധികം ഒന്നും എടുത്തില്ലല്ലോ. സിമ്പിൾ ആയിട്ടുള്ള കാര്യല്ലേ? സിക്സ് പ്രൊവിഷനില് നമ്മള് ഫസ്റ്റ് പ്രൊവിഷൻ ഇതാണ്, ഫസ്റ്റ് മാറ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അത് പ്രൊജക്ട് മാനേജ്മെന്റ് ഇൻഫർമേഷൻ ആണ്. Getting to implement PMI അല്ലെ? അതൊക്കെ ചോദിച്ചത്. പ്രൊജക്ട് മാനേജ്മെന്റ് ഇൻഫർമേഷൻ, അതായത് ഒരിക്കലും നമ്മൾ അത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് ഒന്നും
നമ്മളെ മറന്നു പോകരുത്, അങ്ങനെ മറന്നു പോയി അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം, കുഴപ്പമില്ലല്ലോ. സ്റ്റാൻഡർഡൈസ് യുവർ എക്യുപ്മെന്റ് ആൻഡ് ലൊക്കേഷൻ നോമെൻക്ലേച്ചർ, അതായത് നാമകരണം ചെയ്യുക എന്നുള്ളതാണ്. ഓരോ എക്യുപ്മെന്റും കാര്യങ്ങളും ലൊക്കേഷനൊക്കെ നാമകരണം ചെയ്യുക. വലിയ ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ നമുക്കറിയാം കാർഡിയോളജി, ന്യൂറോളജി, നെഫ്രോളജി അല്ലെ, അവിടെ പൾമനോളജി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിന് അല്ലെ. ഓരോ ന്യൂറോളജി സെക്ഷനൊക്കെ തന്നെയാണെങ്കിലും നമുക്കറിയാം ഐസിയും കാര്യങ്ങളൊക്കെ ചെറുപ്പമാണെങ്കിൽ അല്ലെ ഇത്രയും 2-3 ഡിപ്പാർട്ട്മെന്റുകൾ ഒന്നിച്ചു ചേർന്ന് ഒരു ഓപ്പറേഷൻ തിയേറ്റർ ഒക്കെ ആയിരിക്കാം അല്ലെ. അപ്പൊ അതെല്ലാം തന്നെ കൃത്യമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ചിലപ്പോ വലിയ വലിയ ഹോസ്പിറ്റൽ ആകുമ്പോൾ പല കാര്യങ്ങളും പബ്ലിക്കിന് സർവീസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അനുയോജ്യമായിട്ടുള്ള സർവീസ് അവൈലബിൾ ആക്കുന്നുണ്ടാവും അല്ലെ. അവിടെ ക്യാൻറ്റീൻ സൗകര്യം ഉണ്ടാവും, പാർക്കിംഗ് സൗകര്യങ്ങൾ ഉണ്ടാവും, അങ്ങനെ പലതരത്തിലുള്ള സൗകര്യങ്ങളും അതിനനുസരിച്ചിട്ട് കൊടുക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ പക്ഷെ വരുന്ന ജനങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നില്ല. കാരണം അവർക്ക് മനസ്സിലായാൽ മാത്രമാണ് അത്രയും ഫെസിലിറ്റീസ് ഈ ഹോസ്പിറ്റലിൽ ഉണ്ട് എന്നും പേഷ്യൻസിന് അത് യൂട്ടിലൈസ് ചെയ്യാനൊക്കെ സാധിക്കുമെന്നും അവർക്ക് അറിയാൻ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ ഓരോന്നിനും കൃത്യമായിട്ടുള്ള നാമകരണങ്ങൾ കൊടുക്കണം. ഇന്ന ബ്ലോക്ക് അല്ലെ, ഇന്ന ഡിപ്പാർട്ട്മെന്റ് ഇന്ന പ്ലേസിലാണ് എന്നൊക്കെ അത് കൃത്യമായിട്ട് തന്നെ അവർക്ക് ഒരു ക്ലിയർ പിക്ചർ ലഭ്യമാകേണ്ടത് ആവശ്യമാണ്. അപ്പൊ മാനേജിംഗ് അസറ്റ് പെർഫോമൻസ് ഡാറ്റ അക്രോസ് മൾട്ടിപ്പിൾ ഹോസ്പിറ്റൽ ഫെസിലിറ്റി മാനേജ്മെന്റ് ഇറ്റ്സ് കോംപ്ലിക്കേറ്റഡ് വിത്ത് inconsistent naming conventions for your water pumps, HVAC units and more. അത് മാത്രമല്ല നമുക്കറിയാം ഈ മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റിനും ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോ പബ്ലിക്കിന്റെ കാര്യം മാത്രം പറഞ്ഞ കാര്യമില്ല അല്ലെ. ഇവിടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഈ മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റിന് എവിടെ പോയി എന്ത് അറ്റകുറ്റപ്പണികൾ കൈകാര്യം ചെയ്തുകൊണ്ട് തീർക്കണമെന്ന് അവർക്ക് അറിയാനായിട്ട് സാധിക്കാതെ വരും അല്ലെ. എവിടെയാണ് ഈ പ്രോബ്ലം വന്നതെന്നുള്ളതും കൃത്യമായിട്ട് ഇൻഫോം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ കൃത്യമായിട്ടൊരു നാമകരണം ഉണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കാനും മനസ്സിലാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ, നോക്കാം. ഇവിടെ പറയുന്നുണ്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അവിടെ എന്താണ് ഭയങ്കര ബുദ്ധിമുട്ടാണത് തിരിച്ചറിയുക എന്നുള്ളത്. കാരണം എവിടെയെങ്കിലും ഒരു വാട്ടർ പമ്പിന് ലീക്ക് ഔട്ട് സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു ഹീറ്ററിന് കംപ്ലൈന്റ് സംഭവിച്ചു അല്ലെ, വെന്റിലേറ്ററിന് എവിടെയെങ്കിലും വെന്റിലേറ്റർ സൗകര്യം കുറവാണ്, അവിടെ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മഴ കൂടുതൽ അടിച്ചു കയറുന്നു അല്ലെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എയർ കണ്ടീഷനിലെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഏത് ബിൽഡിങ്ങിലാണ് ഏത് പ്ലേസിലാണ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത്. This makes it harder to locate these assets within your floor plans and view and update the asset histories within your CMMS. അപ്പൊ ഇത് എങ്ങനെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കാം? അതായത് CMMS-ൽ നമ്മൾ കൊടുക്കുന്ന ഹിസ്റ്ററിയുടെ അടിസ്ഥാനത്തിലാണ് അല്ലെ. നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. ആ ലിങ്കിലൂടെയാണ് ഏത് രീതിയിൽ എവിടെയാണ്, ഏത് ബ്ലോക്കിലാണ്, ഏത് പ്ലേസിലാണ് അല്ലെ ഇന്ന പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയാനായിട്ട് സാധിക്കും. നമുക്കറിയാം അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും ഇന്ന പ്ലേസുകളിൽ അറ്റകുറ്റപ്പണികൾ, ഇന്ന ബ്ലോക്കില് ഇന്ന പ്ലേസിൽ ഇന്ന പ്രോബ്ലംസ് സംഭവിച്ചിട്ടുണ്ട് അല്ലെ. നമ്മളവിടെ റിക്വയർമെന്റ് കാര്യങ്ങളിൽ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ ചിലപ്പോ ആ റിക്വയർമെന്റ് സെക്ഷനിൽ എന്താണ് ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കൊടുത്തിരിക്കും. സോ അത് ഇന്ന അല്ലെ അതിന്റെ റോ മെറ്റീരിയൽസ് ഒക്കെ ഇന്നതാണെന്നൊക്കെ കൃത്യമായിട്ടൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് തന്നെ അവര് കളക്ട് ചെയ്തിട്ട് സാധനങ്ങളൊക്കെ റിക്വയർമെന്റ് കാര്യങ്ങളൊക്കെ അവിടെ കൈകാര്യം ചെയ്യും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് എന്ത് ലൊക്കേഷൻ ആണെന്ന് കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്. നോമൻക്ലേച്ചർ എന്ന് പറയുമ്പോൾ നാമകരണം. ഓക്കെ, മനസ്സിലാക്കി വെക്കാം. ഇഫ് യു നീഡ് റൂംസ് എന്താണ് renumbered after renovations or construction projects, you should implement room naming conventions that can. Okay, നമ്മളിപ്പോ റൂമൊക്കെ എന്താണ് എന്തെങ്കിലുമൊക്കെ മാറ്റി സ്ഥാപിക്കാനായിട്ട് സാധ്യതകളുണ്ട്. നിർമ്മാണമൊക്കെ ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത? വീണ്ടും മാറ്റങ്ങളൊക്കെ സംഭവിക്കില്ലേ? ഇല്ലേ? ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പൊ അതനുസരിച്ചിട്ട് നമ്മൾ മാറ്റങ്ങളൊക്കെ അതിലും നിർമ്മാണ പദ്ധതികളിലൊക്കെ ആ സിസ്റ്റത്തിലും അതിനനുസരിച്ചിട്ട് മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതുണ്ട്. ഇനി വീണ്ടും പറയുന്നുണ്ട് അല്ലെ കുറച്ച് കാര്യങ്ങൾ. ഷുഡ് ഇംപ്ലിമെന്റ് റൂം നെയിമിംഗ് കൺവെൻഷൻസ് തട്ടിക്കാൻ. അതായത് ഈ പറഞ്ഞ നെയിമിംഗ് കാര്യങ്ങളൊക്കെ തയ്യാറാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ, സ്കെയിൽ ഫ്രം സിംഗിൾ ഫ്ലോർ ടു ആൻ എൻറ്റയർ ബിൽഡിംഗ് അല്ലെ. നമ്മള്
മൊത്തത്തിൽ അല്ലെ നമ്മളിപ്പോ 1 തുടങ്ങി ഇങ്ങനെ നമ്പർ ഇട്ട് റൂമുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു ഓർഡർ ഉണ്ടാവാം അല്ലെ, ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു ഓർഡർ കീപ്പ് ചെയ്തിട്ടാണ് മൊത്തത്തിൽ അതിനെ കൈകാര്യം ചെയ്യുന്നത്. ഒറ്റ നിലകളിൽ നിന്ന് മുഴുവൻ കെട്ടിടത്തിലേക്ക് ആയിട്ടായിരിക്കണം പോകേണ്ടത് അല്ലെ. Align with the accurate measurements with the practical and the sequential number schemes. അപ്പൊ 1 കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത റൂം 2 കാര്യം കൂടി പോകും, 2 അല്ലേ കൊടുത്തു പോകുള്ളൂ അല്ലെ. സ്വീക്കൻ നമുക്കറിയാം അവിടെ ഒരു സ്വീക്കൻഡൽ ആയിട്ടുള്ള ഒരു നമ്പർ സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത്, ക്രമമായിട്ടുള്ള ഒരു നമ്പർ സിസ്റ്റം. ഇൻ കേസ് എ ആണ് ആൽഫബറ്റിക് ഓർഡർ ആണെങ്കിൽ എ കഴിയുമ്പോൾ ബി അല്ലെ, ഒരു ക്രമമായിട്ടുള്ള ഒരു നമ്പർ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യണം. Then if you are managing multiple hospital buildings within maintenance programs, standardized items, എടുത്തു പോകണ്ട, എടുത്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവും. ഓക്കെ, അപ്പൊ ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പോയിന്റ്സുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവാട്ടോ. റൂം നെയിമിങ്ങില് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട 1-2 പോയിന്റ്സുകൾ ഇവിടെ പറയുന്നുണ്ട്. സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ലൊക്കേഷൻ നോമൻക്ലേച്ചർ അവിടെ ആവശ്യമാണെന്നുള്ളതാണ് ഇവിടെ ഈ പോയിന്റിൽ പറഞ്ഞത് അല്ലെ. അതായത് കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖ ഉണ്ടാവണമെങ്കിൽ CMMSൽ അതുമായി ബന്ധപ്പെട്ട് ലിങ്ക് ചെയ്യാമെന്നുള്ള കാര്യമാണ് ഇവിടെ എടുത്ത് പറഞ്ഞത്. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെയാണ്. വേറെ പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നുമില്ല. വായിച്ചു നോക്കാം, എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ശരി, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഡേയിൽ കാണാം. ഓക്കെ, താങ്ക് യു.